8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പുത്തൻ പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും മുന്നോട്ട് വെച്ച് കാളികാവ് ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. അഭിമാനത്തോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ബജറ്റിൽ നമ്മൾ വളരെ ഈ ഒരു ഭരണസമിതിയുടെ ഡ്രീം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളിൽ ഗതാഗത മേഖലയ്ക്ക് വേണ്ടി 550 ലക്ഷം രൂപ, 5.5 കോടി രൂപയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. പാർപ്പിട മേഖലയ്ക്ക്, ഭവന നിർമ്മാണ മേഖലയിൽ നമ്മൾ നൽകുന്ന തിരിച്ചടവ് ഉൾപ്പെടെ നമ്മുടെ വീട് റിപ്പയറിങ്ങും അതുപോലെ തന്നെ PMAY ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള അവയിലേക്ക് ഫണ്ട് നീക്കിവെച്ചാൽ പാർപ്പിട മേഖലയ്ക്ക് 2.75 കോടി രൂപയുടെ ഒരു ബജറ്റാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ശിശു വികസനത്തിന് അംഗനവാടി നവീകരണവും അംഗനവാടി ടീച്ചർമാരുടെ അധിക ഓണറേറിയം ഉൾപ്പെടെ ആ മേഖലയിൽ നമ്മൾക്കുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ നടപ്പിലാക്കുന്ന നമ്മുടെ വലിയ പ്രതീക്ഷ നടപ്പിലാക്കാൻ 1.19 കോടി രൂപ ശിശു വികസനത്തിൽ നമ്മൾ ബജറ്റ് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ തുടർ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ്, SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വഴി 90 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യത്തിന്റെ മഹത്തായ ഒരു മാതൃക കൂടി കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബജറ്റിലൂടെ നിർദ്ദേശിക്കുകയാണ്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വീടറകളിൽ 4 ചുമരുകൾക്കുള്ളിൽ രോഗാതുരമായി കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരേക്കൊന്നും ഒരുപക്ഷെ നമ്മുടെ പാലിയേറ്റീവ് സംവിധാനങ്ങളുടെ ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് സംവിധാനത്തിന്റെ പരീക്ഷയുടെ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ കൃത്യസമയങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഒരു സെക്കൻഡറി പാലിയേറ്റീവ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനവും പുത്തൻ നയപദ്ധതികളും ഉൾപ്പെടുത്തിയാണ് പുതിയ ഭരണസമിതിയുടെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. മുൻബാക്കി 6.40 കോടി 34 കോടിയോളം വരവും ഉൾപ്പെടെ 40.25 കോടി രൂപയാണ് ആകെ വരവ് പ്രതീക്ഷിക്കുന്നത്. 38.5 കോടി രൂപ ചിലവും 1.71 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. 2.75 കോടി രൂപയാണ് ലൈഫ്, PMAY എന്നീ പാർപ്പിട പദ്ധതികൾക്കായി പഞ്ചായത്ത് നീക്കിവെച്ചത്. വനിതാ ഘടക പദ്ധതികൾക്കായി 44 ലക്ഷവും ഭിന്നശേഷിക്കാർക്കായി 46,50,000 രൂപയും വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവർക്കായി പ്രത്യേക പദ്ധതികൾക്ക് ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. സാന്ത്വന പരിചരണത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പാലിയേറ്റീവ് പദ്ധതിക്ക് 12 ലക്ഷം രൂപയുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. റോഡ്, നോൺ റോഡ് മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 5.24 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കളർഫുൾ കാളികാവ് പദ്ധതി തയ്യാറാക്കുന്നതിന് 50,000 രൂപയും കാളികാവ് ചെത്തുകടവ് പുഴയോര ടൂറിസം പദ്ധതിയുടെ ആരംഭവും ഈ ബജറ്റ് വർഷം തുടക്കം കുറിക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ച പി അബ്ദുറഹ്മാൻ പറഞ്ഞു. ബജറ്റ് ബോർഡ് യോഗം അംഗീകരിച്ചതിനു ശേഷം DPSCയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ അധ്യക്ഷത വഹിച്ചു. കക്ഷി നേതാക്കളായ VP മുജീബ് റഹ്മാൻ, P റിയാസ്, പാലോളി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി K ഷുക്കൂർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.